ഹലോ ഗായ്സ്, വെൽക്കം ടു ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ തീപ്പെട്ടി കൊണ്ടൊരു സാധനം ഉണ്ടാക്കുകയാണ്. തീപ്പെട്ടി ഇല്ല, തീപ്പെട്ടി കവർ മാത്രം. കണ്ടോ, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ബ്ലോഗ്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. എന്നൊക്കെ ഞാൻ കുറേ യാത്രയൊക്കെ പോയി പനിയൊക്കെ ആയിരുന്നു, അപ്പം നമ്മൾ എടുത്തില്ലായിരുന്നു. പിന്നെ ഇന്നാണ് തുറക്കുന്നത്. അപ്പം തീപ്പെട്ടി കൊണ്ട് ചെറിയൊരു മേശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കയറുന്നുണ്ട്. ആദ്യം ഒരു തീപ്പെട്ടി എടുക്കണം, എന്നിട്ട് ഈ സാധനം എടുത്ത് മാറ്റണം. എന്നിട്ട് അതിനകത്തായിട്ട് ഒരു വൈറ്റ് പേപ്പർ വേണം. വൈറ്റ് പേപ്പർ ഞാൻ കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്തതാണ്. കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ വിചാരിച്ച് ഇങ്ങനത്തെ പേപ്പേഴ്സൊക്കെ വയ്ക്കാണ്. ഞാൻ കമ്പ്യൂട്ടറായിട്ട് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വൈറ്റ് ഷീറ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഇത് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇതൊന്ന് വരച്ച് കൊടുക്കണം ഗൈസ്. എന്നിട്ട് നമുക്കൊരു പെൻസിൽ വേണം. എൻ്റെ പിന്നെ അങ്ങ് തൊട്ട് ഇന്ന് തൊട്ടേ കത്തിക്കുത്തുന്നതാരെ നമ്മളങ്ങനെ അത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് സിസർ വേണ്ടേ. സിസർ പോയി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എടുക്കാൻ പറ്റുന്നില്ല, എവിടെയോ നോക്കട്ടെ. അങ്ങനെ ഗൈസ്, നമ്മൾ സിസർ എടുത്തിട്ടുണ്ട്. ഈ കട്ട് ബലോ. അങ്ങനെ ഗൈസ്, നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തീപ്പെട്ടിയുടെ മേലെയായിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഗൈസ്. അതിനായിട്ട് നമുക്ക് ഗ്ലൂ വേണം. നമുക്ക് ഗ്ലൂ വേണം. ഗ്ലൂ ഇല്ല ഗൈസ്. 5 ഫെവിക്കോളം 5 വേണ്ട, പെട്ടെന്ന് ചെയ്യണം. അയ്യോ, ആദ്യമായിട്ട് ഫെവിക്കോല് വന്നു എനിക്ക്. ഒന്ന്, രണ്ടിലും ഒട്ടിച്ചു. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. സീക്രട്ടായിട്ട് ആരെ അറിയിക്കണ്ട. പിന്നെ നമുക്കിതിൻ്റെ ഇങ്ങനെ ഒട്ടിക്കുമ്പം അതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ പെയിൻറ്റും ചെയ്യാം. കളർ പേപ്പറാണ്, കളറും ചെയ്ത് വെക്കാം. ഇനി നമ്മൾ തീപ്പെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി സൈഡിന് നമ്മളിങ്ങനെ നോക്കി വരയ്ക്കാം. എൻ്റെ കുഞ്ഞേ, ഇപ്പം നമ്മൾ സെൻറ്റിമീറ്ററൊക്കെ നടക്കണമല്ലോ. ഒന്ന് നോക്കാം. പരിശ്രമിച്ചാലേ വിജയം. ഇത്രയും വരച്ചു. ഇനി വിജയം കിട്ടും. സ്കെയിലും കൊണ്ട് നമ്മളിങ്ങനെ വരച്ചോ, അങ്ങനെ ഒന്ന് വരയ്ക്കും. അങ്ങോട്ട് സൈഡ് കണ്ടോ, സിമ്പിൾ. ഒരു ഊട്ടിട്ട് കൊടുക്കാം ഗൈസ്.
സമാധാനം വേണം. കാര്യവുമില്ല. നമ്മളങ്ങനെ അതെല്ലാ സ്ഥലത്തും ചുറ്റിയിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ കറക്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് എൻ്റെ പേപ്പറിൽ നിന്ന് നല്ല പേപ്പറിൽ പോയിക്കോലെ. എൻ്റെ മേലേക്കൂടെ ഒന്ന് ചുറ്റിക്കൊടുക്കണം. ഇങ്ങനെ മേലേക്കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. എൻ്റെ മേലേക്ക് നമ്മൾ വെച്ചിട്ടാണ്. ഒട്ടിക്കുന്നതാ ഗൈസ് പാടം. പല രീതിയിലും വെട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിത് എടുക്കാൻ എഴുതാനും തോന്നിയോ? എടുത്തില്ലെങ്കിലും കുറച്ചായി പോകും. അഭിമാനം. അയ്യോ പോയി. എനിക്ക് കാണിച്ചു തന്നെ. എനിക്ക് അവർ ഉരുട്ടിച്ചില്ല. നല്ല കൊച്ചേട്ടാ, അമ്മയുടെ നല്ല കൊച്ചേട്ടാ, അമ്മയുടെ നല്ല കൊച്ചേട്ടാ, അമ്മയുടെ നല്ല കൊച്ചേട്ടാ. അങ്ങനെ ഗായ്സ് ഫൈനലി നമ്മൾ അതിനെ കവർ ചെയ്തു. നമ്മളതിനെ കവർ ചെയ്ത് കൊടുത്തു. കവർ ചെയ്ത് കൊടുത്തു. കവർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇനി ഇയാളെ എന്തെങ്കിലും ചെയ്യണം. ഇയാൾക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെയിൻറ്റ് പോയി എടുത്തോണ്ട് വരാം. അങ്ങനെ കൈസ് നമ്മൾ പെയിൻറ്റ് എടുത്തു. എൻ്റെ പെയിൻറ്റ് ഇത്രയും തീർന്നു കണ്ടോ. നമുക്ക് ഇവനെ ബ്ലൂ അടിക്കാം. ബ്ലൂ
കടുമ്പും കൊടുക്കാന്ന് വിചാരിച്ചു. ലൈറ്റ് ബ്ലൂ വലിച്ചിരുന്നത് ഈ സൈഡിലൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത്രേ ഉള്ളൂ. ബോർഡറിൽ മാത്രം ബോർഡറീസിൽ മാത്രം പെയിൻറ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ആ ഫുള്ളും പെയിൻറ് നമ്മൾ ഏറ്റവും ബാക്ക് അടിയിലൂടെ അകത്ത് ആ ബോർഡർ എന്നോടൊന്ന് കളർ ചെയ്ത് കൊടുക്കണം ഗൈസ്. അകത്തത്തെ ബോർഡറിനോട് കളർ കൊടുത്തു. അങ്ങനെ ഗൈസ് നമുക്ക് ഫാനിടാം. അങ്ങനെ ഗൈസ് നമ്മളിത് ഉണങ്ങി ഗൈസ്. അയ്യോ കയറ്റി നമുക്ക് ഇതിൻ്റെ മുകളിൽ കളർ ചെയ്യണ്ടേ? അത് നമുക്ക് കടുമ്പ് കൊടുക്കാം. കടുമ്പ് വയലറ്റും കടുമ്പും കണ്ട് ഒരുമിച്ചിരിക്കും. അതിന് നമുക്ക് വ്യത്യാസമുണ്ട്. ദിസ് ഈസ് മൈ കടുമ്പ്. നിങ്ങളുടെ കടുമ്പ് എങ്ങനെയാണ്? ലിങ്കിൻ ബയോ. അങ്ങനെ ഗായ്സ് നമ്മൾ ഇതിന് ഫുള്ള് കളർ ചെയ്യും. പിന്നെ കളർ ചെയ്യുമ്പോൾ കൈ ഗ്ലൗസ് ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് പെയിൻറ്റ് കളർ പെൻസിൽ അതേ കുഴപ്പമില്ല, സ്കെച്ച് അതേ കുഴപ്പമില്ല. പെയിൻ്റ് ആകുമ്പോൾ കൈ കളർ ചെയ്തില്ലെങ്കിൽ എൻ്റെ കഥ നമ്മൾ കൈ ഗ്ലൗസ് ഊറിയിട്ടുണ്ട്. ഞങ്ങളുടെ കൊച്ചല്ല ഹാക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇനി പോകുന്നുണ്ട്. നമുക്കിതിൻ്റെ ബ്ലൂ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മുത്ത് വയ്ക്കണം. മുത്തുണ്ടോ നോക്കാം. മുത്തില്ലെങ്കിൽ നമുക്ക് എടുക്കാം. അങ്ങനെ മുത്ത് കിട്ടി. ഇനി മുത്തിനെ നമുക്ക് ഒട്ടിക്കണ്ടേ? ചെറിയൊരു മുത്തായാലും നമ്മൾ എങ്ങനെ വയ്ക്കും കൊടുക്കുമെന്നറിയില്ല. ഒടിച്ച് നമുക്ക് 1 മിനിറ്റ്. അങ്ങനെ ഗായ്സ് നമ്മൾ ഫൈനൽ ചെയ്യുന്ന ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കതെങ്കിൽ തുറക്കാം. അയ്യോ പകുതി തുറക്കാം, അല്ലെങ്കിൽ നമ്മൾ കടന്നപ്പെടും. തുറന്നു അടക്കിട്ട് തുറന്നും ചെയ്ത് അടയ്ക്കുകയും ചെയ്ത്. പക്ഷേ ഗായ്സ് ഒത്തിരിക്കൂല. അങ്ങനെ ഇനി മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന എന്തിനാ?